നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരസഭയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം അധികാരമേറ്റു. ആ നിമിഷം മുതൽ തന്നെ ചൊറിയാൻ തുടങ്ങിയതാണ് നഗരസഭയിലെ പ്രതിപക്ഷമായ CPM. എന്തായാലും CPM ചൊറിയാൻ തുടങ്ങിയാലും CPMന് ആദ്യം തന്നെ പണി കൊടുത്തിരിക്കുകയാണ് മേയർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മേയറിനെ ആശംസ അറിയിച്ചുകൊണ്ടും അല്ലാതെയും രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് മേയർ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പ്രതിപക്ഷ അംഗങ്ങളെയും സ്വാഗതം ചെയ്തിരുന്നു. മേയർ സ്ഥാനാർത്ഥിമാരായിട്ടുള്ള രണ്ടുപേരെയും സ്വാഗതം ചെയ്തിരുന്നു. അവർ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തിറങ്ങിയ CPM കൗൺസിലർമാരൊക്കെ തന്നെ പ്രതികരിച്ചത് ഭാരതാംബയുടെ പേരും അതുപോലെ തന്നെ ബലി കൊടുക്കുന്നതിന്റെ പേരിലും ഒന്നും തന്നെ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടക്കാൻ സാധിക്കില്ല, നിങ്ങൾ അനുവദിക്കില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പറഞ്ഞ കാര്യവും ഇത് തന്നെയാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് 101 പേരുണ്ടെങ്കിൽ ഒരാൾ ഇപ്പോൾ തന്നെ അടുത്ത മാസം 12-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, അതിനുശേഷം ഒരാൾ കൂടി വരും, അങ്ങനെ 101 പേർ. ആ 101 പേരും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാം. കഷ്ട രാഷ്ട്രീയം ഒക്കെ തന്നെ മറന്നുകൊണ്ട് നമുക്ക് ആ 101 പേരുമായി ഒരുമിച്ച് ഒരു പ്രൊജക്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരുടെയും കൃത്യമായ സഹകരണം എനിക്ക് ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ മാത്രമേ തിരുവനന്തപുരത്ത് ഒരു മികവാർന്ന ഒരു തിരുവനന്തപുരമായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അത് ഓരോ മേഖലയിലും വളർച്ച വേണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പിന്തുണയ്ക്കണമെന്ന് VV രാജേഷ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം വികസനമല്ല, മറിച്ച് രാഷ്ട്രീയ കുറ്റപ്പെടുത്തലുകളാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനുശേഷം മേയർ സ്ഥാനാർത്ഥിയുടെ ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം CPMലെ ഈ പറയുന്ന പോലെ തന്നെ കൗൺസിലർ എല്ലാവരും കൂടെ ചേർന്ന് ഒരു മാധ്യമ പ്രസ്താവന നടത്തുകയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഇതാ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള ആശാ ഗോപിനാഥിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ വെറും ഒരു തീപ്പൊരി മാത്രമല്ല, കാട്ടുതീയായി മാറാനുള്ള ധൈര്യവും ചങ്കൂറ്റവും ഒക്കെയുള്ള പെൺകരുത്ത് തന്നെയാണ് ആശാനാഥ് നമുക്ക് വേണമെങ്കിൽ പറയാം. നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ കസേരയിലേക്ക് പാർട്ടിയിലെ കഠിനാധ്വാനം കൊണ്ടാണ് ആശാനാഥ് എത്തുന്നത്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായാണ് ആശാനാഥ് രാഷ്ട്രീയ വഴിയിലേക്ക് എത്തുന്നത്. അവിടെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി നിലകൊണ്ടതോടുകൂടി പാർട്ടി അവർക്ക് അർഹിക്കുന്ന പദവിയും നൽകി. താൻ ജനപ്രതിനിധിയായില്ല എങ്കിൽ കാക്കി യൂണിഫോമിനെ പ്രണയിച്ച തോക്കേന്താൻ ആഗ്രഹിച്ച ഒരു പോലീസുകാരിയാണ് തന്നിലെന്ന് തുറന്നു പറയുകയാണ് ആശാനാഥ്. എന്തായാലും ഈ ഒരു അഭിമുഖത്തിലാണ് ആശാനാഥ് ഇക്കാര്യം പറയുന്നത്. സ്വപ്നങ്ങളെക്കുറിച്ചും നഗരസഭയിലെ വരാനിരിക്കുന്ന കർമ്മ പദ്ധതികളെയൊക്കെ കുറിച്ചും അവർ മനസ്സ് തുറക്കുകയാണ്. പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആശാനാഥ് ഇന്ന് കേരള പോലീസിലോ CSFിലെയോ മിടുക്കിയായ ഒരു ഓഫീസറായനെ. വെറുതെ പറയുന്നതല്ല, CSF സബ് ഇൻസ്പെക്ടർ പരീക്ഷയിലും കേരള പോലീസിന്റെ SI ലിസ്റ്റിലും അവർ ഇടം പിടിച്ചിരുന്നു. അച്ഛന്റെയും സഹോദരന്റെയും പാത പിന്തുടർന്ന് ഫോഴ്സിലേക്ക് പോകാനായിരുന്നു താല്പര്യമെങ്കിലും നിയോഗം ജനപ്രതിനിധിയാകാനായിരുന്നു. ജനപ്രതിനിധി ആയിരുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായും പോലീസ് ഓഫീസിൽ ഉണ്ടായേനെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീൽഡും അതാണ് എന്നാണ് ആശാനാഥ് പറയുന്നത്. ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ പദവിയിൽ എത്തിയതോടുകൂടി അവർ ലക്ഷ്യം വെക്കുന്നത് തലസ്ഥാനത്തെ രണ്ട് പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ്. മാലിന്യവും തെരുവ് നായ വിഷയവുമാണ് താൻ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നത്. നഗരസഭയുടെ പടിയിറങ്ങുമ്പോൾ ഡെപ്യൂട്ടി മേയർക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളികളാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ജനം തനിക്ക് മുന്നിൽ വെച്ച പ്രധാന പരാതികൾ തന്നെയാകും തന്റെ മുൻഗണന എന്ന് അവർ വ്യക്തമാക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോഴും ഒരു വിപത്ത് തന്നെയാണ്. നഗരം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് ശാസ്ത്രീയമായി പരിഹരിക്കുക എന്നതാകും പരിഗണന നൽകുക. കാൽനട യാത്രക്കാർക്കും കുട്ടികൾക്കും പേടി സ്വപ്നമായ തെരുവ് നായകളുടെ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം കാണാൻ ശ്രമം ഉണ്ടാകും. തലസ്ഥാനത്തെ സമരമുഖങ്ങളിൽ സജീവമായ ആശാനാഥ് തന്റെ പദവികൾ മാറിയാലും തന്റെ പോരാട്ട വീര്യത്തിന് കുറവുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. യുവമോർച്ചയുടെയും BJPയുടെയും സമരമുഖങ്ങളിൽ കണ്ട ആ പഴയ പോരാളിയെ ഇനിയും കാണാം. നഗരസഭയ്ക്കകത്ത് മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി എവിടെ വേണമെങ്കിലും സമരം ചെയ്യും. അവരോടൊപ്പം നിൽക്കുന്ന ഒരാളായിരിക്കും ഞാൻ ഇനിയും എന്നാണ് അവർ കൂട്ടിച്ചേർത്തത്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. കൗൺസിലർമാരുടെ യോഗത്തിന് എത്തിയപ്പോഴാണ് പാർട്ടി ഈ വലിയ ഉത്തരവാദിത്വം തന്നെ ഏൽപ്പിച്ച വിവരം അറിയുന്നത്. മുൻഗാമികളുടെ ഈ ധാർഷ്ട്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പഴയ കാര്യങ്ങളെ താരതമ്യം ചെയ്യാനില്ലെന്നും എല്ലാവരെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അവർ മറുപടി നൽകി. 2017 അമ്മാവന്റെ അപ്രതീക്ഷിത വിയോഗമാണ് ഡിഗ്രിക്കാരിയായ പെൺകുട്ടിയെ തിരുവനന്തപുരം നഗരസഭയിലെ പാപ്പനംകോട് വാർഡിന്റെ കൗൺസിലറാക്കിയത്. എന്നാൽ 8 വർഷത്തിനിപ്പുറം അതേ നഗരസഭയിൽ ഉപാധ്യക്ഷനായി മാറുകയും ചെയ്യുന്നു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാപ്പനംകോട് മണ്ഡലത്തിൽ വിജയിച്ച BJP നേതാവ് കരുമം ചന്ദ്രൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്ന് 2017 നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് BJP ആശാനാഥിനെ കളത്തിൽ ഇറക്കിയത്.
ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആശയെ 2020 മണ്ഡലം ചേർത്ത് നിർത്തി. ഇത്തവണ പാപ്പനംകോട് വിഭജിച്ച കരിമം വാർഡ് രൂപപ്പെട്ടപ്പോഴും ആശയെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കി. പാർട്ടിയുടെ ആ വിശ്വാസം കാത്ത് 3ാം വട്ടവും കൗൺസിലിലേക്ക് എത്തിയതോടുകൂടിയാണ് ഡെപ്യൂട്ടി മേയർ കസേരയും ആശയ്ക്ക് സ്വന്തമായത്. പ്രതിപക്ഷത്തിരിക്കെ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ BJP നടത്തിയ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ആശ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയൻകീഴ് മണ്ഡലത്തിൽ ആശ മത്സരിച്ചപ്പോൾ 30,986 വോട്ട് നേടിയായിരുന്നു 2ാം സ്ഥാനത്ത് എത്തിയത്. എന്തായാലും ആവേശഭരിതമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ് ആശ കാഴ്ചവെക്കുന്നത്. വലിയ പ്രതീക്ഷകൾ തന്നെയാണ് നിങ്ങളിലേക്കുള്ളത്. എന്തായാലും പ്രതീക്ഷ തെറ്റിക്കാതെ പ്രവർത്തിക്കാൻ ആരംഭിക്കുക.